പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ യഹ്സുൻക ഖൗലുഹും ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅൻ. നബിയെ, അവരുടെ വാക്ക് നിനക്ക് വ്യസനമുണ്ടാക്കാതിരിക്കട്ടെ. തീർച്ചയായും പ്രതാപം മുഴുവൻ അള്ളാഹുവിനാകുന്നു. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ. അപ്പോൾ ഈ സത്യനിഷേധികൾ പ്രവാചകൻ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. കുന്നിൻ ചെടിയിലെ ഇത്തപ്പനയാണ്, ഇദ്ദേഹത്തിന് എന്താണ് തൊപ്പിക്കുടയും ചൂടിട്ട് മാലാകന്മാർ ഇറങ്ങി വരാത്തത്, ഇയാൾ ദരിദ്രനായി നടക്കുകയാണല്ലോ, അങ്ങാടിയിലൂടെ നടക്കുകയാണല്ലോ, ഭ്രാന്തനാണ്, കവിയാണ്, സിഹർ ചെയ്യുന്ന ആളാണ്, അങ്ങനെ പലതും പറയും. ഉമ്മിയാണ്, നിശ്ചയനാണ്, അനാഥനാണ് എന്നാൽ എന്തൊക്കെയോ പറയാൻ കഴിയും, അതൊക്കെ അവർ പറയുകയുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നതൊക്കെ അവരുടെ വാക്ക് നിനക്ക് വ്യസനമുണ്ടാക്കാതിരിക്കട്ടെ. തീർച്ചയായും പ്രതാപം മുഴുവൻ അള്ളാഹുവിനാകുന്നു. അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകും. അതുപോലെ തന്നെ പ്രവാചകൻ യുദ്ധത്തിന് പോകുമ്പോൾ ഇയാൾ റോമിലെ കോട്ടകൊത്തളങ്ങൾ പിടിച്ചടക്കാൻ പോവുകയാണെന്ന് പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയോ പരിഹസിക്കാൻ കഴിയാതൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു സത്യനിഷേധികൾ. അത് ഖുറൈശികൾ, ചില മുനാഫിക്കുകൾ ഒക്കെ പ്രവാചകനെ പരിഹസിക്കാറുണ്ടായിരുന്നു. അപ്പം പറയുകയാണ്, അവരുടെ പരിഹാസം നിന്നെ വ്യസനമുണ്ടാക്കാതിരിക്കട്ടെ. എല്ലാ പ്രതാപം അള്ളാഹുവിൻ്റെ അടുക്കലാണ്. എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അവൻ തന്നെയാണ് എന്ന് അവിടെ പറയാണ്. പിന്നെ അടുത്ത കഴിഞ്ഞ വാക്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, അത് സന്തോഷവാർത്ത തന്നെയാണ്, മഹത്തായ ഭാഗ്യം എന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ രാവിലെ നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്, അവിടെ സന്തോഷവാർത്ത എന്നുള്ള ബ്രാക്കറ്റിലാണ് കൊടുത്തത്. ഇന്നലെ കണ്ടിരുന്നു, അന്ന് കഴിഞ്ഞ ആഴ്ച ഖുർആൻ ക്ലാസ് എടുക്കുമ്പോൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് കുഴപ്പമില്ല, അത് തന്നെയാണ് മഹത്തായ ഭാഗ്യം. സന്തോഷവാർത്ത ബ്രാക്കറ്റിലാണ്, അപ്പോൾ അത് നമ്മൾ പറയേണ്ടതില്ലല്ലോ. അത് തന്നെയാണ് മഹത്തായ ഭാഗ്യം. അപ്പോൾ അങ്ങനെ വരുമ്പം ആ വാക്യം ശരിയാണ്, തെറ്റുപറ്റിപ്പോയതിൽ ഖേദിക്കുന്നു. എന്നിരുന്നാലും മുജാഹിദ് പരിഭാഷയിൽ മറ്റു പല ഭാഗത്തും പല തെറ്റുകളും സാഹിത്യ പിശകുകളൊക്കെ ഞാൻ കാണാറുണ്ട്. നമുക്കടുത്ത ഇതിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, തീർച്ചയായും അള്ളാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരുമെല്ലാം. അള്ളാഹുവിന് പുറമെ പങ്കാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്തെന്നാണ് പിൻപറ്റുന്നതും. അവർ ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത്. അവർ അനുമാനിച്ച് കള്ളം പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പം ആകാശങ്ങളുടെയും ഭൂമിയിലെ ആധിപത്യമൊക്കെ അള്ളാഹുവിനുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുക. പങ്കാളികൾ എന്ന് പറയുമ്പോൾ വിഗ്രഹങ്ങൾ മാത്രമല്ല, വിഗ്രഹങ്ങൾ, ബദരീങ്ങൾ, ലാത്തൗസ തുടങ്ങിയവർ മാത്രമല്ല പങ്കാളികൾ, മറിച്ച് നമ്മളെ രക്ഷക്കായിട്ട് നമ്മൾ വെക്കുന്ന എല്ലാം പങ്കാളികളായിട്ട് മാറും. പണം, പദവി, കാറ്, ബംഗ്ലാവ്, ജോലി സ്ഥാനത്തെ മുതലാളിമാർ, മാനേജർമാർ, നമ്മുടെ ഇൻഷുറൻസ് കമ്പനി, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുമെന്ന് കരുതുന്ന ഇൻഷുറൻസ് കമ്പനി, ഇതൊക്കെ ഒരു പങ്കാളികളായിട്ട് മാറും. ഒക്കെ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യവും അള്ളാഹു ഏറ്റെടുത്ത് നടത്തും എന്നുള്ള വിശ്വാസം നമുക്ക് വേണം. ഇബ്രാഹിം നബിയെ പോലെ, ഇബ്രാഹിം നബി തീ കുണ്ടാരത്തിൽ പോകുമ്പോൾ ഒരു ടെൻഷനും ഇല്ല, വളരെ കൂളായിക്കൊണ്ടാണ് അദ്ദേഹം തീ കുണ്ടാരത്തിലേക്ക് പോയത്. കാരണം എൻ്റെ എല്ലാം അള്ളാഹുവിനുള്ളതാണ്, എൻ്റെ ജീവിതം, മരണവും രക്തവും ഒക്കെ അള്ളാഹുവിനുള്ളതാണ്. അപ്പം ഒന്നും നമ്മുടേതല്ല. നമുക്ക് രോഗം വന്ന അള്ളാഹുവാണ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാറും. അതുകൊണ്ടാണ് അയ്യൂബ് നബി പ്രാർത്ഥിക്കാതിരുന്നത്. എനിക്ക് എൻ്റെ രോഗം തന്നത് അള്ളാഹുവാണ്, മാറ്റുന്നതും അള്ളാഹുവാണ്. രോഗം മാറാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഈ രോഗം വഴി എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചതേയില്ല. പിന്നെ അദ്ദേഹം നാവിന് രോഗം വന്നപ്പോഴാണ് പ്രാർത്ഥിച്ചത്. കാരണം അദ്ദേഹം നാവ് കൊണ്ട് എപ്പോഴും ദിക്ർ ചെല്ലുന്ന വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞ പ്രശ്നം എൻ്റെ നാവിൻ്റെ രോഗമൊന്നും മാറ്റിക്കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു, മൊത്തം രോഗങ്ങളും മാറ്റി, പോരാത്തിന് യുവാവാക്കി മാറ്റി കൊടുക്കുകയും ചെയ്തു. ഒരു തബരിയ തടാകത്തിൽ പോയി കുളിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ഒരു പരിപൂർണ യുവാവായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പോലും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. ഈ തബരിയ തടാകമാണ് വറ്റിപ്പോവുക. ശപിക്കപ്പെട്ട ദജ്ജാൽ ഇറങ്ങുമ്പോൾ തബരിയ തടാകം വറ്റിപ്പോവും.
വറ്റുന്ന സമയത്താണ് ഇറങ്ങുക എന്ന് ദജ്ജാൽ ഒരു ദ്വീപിൽ വെച്ച് തമീമുദ്ദാരി കണ്ട ദജ്ജാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തബിലെ തടാകത്തിൽ വെള്ളം ഉണ്ടാവില്ല, അപ്പോഴാണ് ഞാൻ ഇറങ്ങുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ പ്രാർത്ഥന മുഴുവനും അള്ളാഹുവിനോടായിരിക്കണം. എല്ലാം അള്ളാഹു. നമ്മുടെ ജോലിയൊന്നുമല്ല നമ്മളെ നിലനിർത്തുന്നത്, നമ്മൾ അള്ളാഹുവാണ് നമ്മൾ നിലനിർത്തുന്നത്. ഇപ്പം നമുക്കിപ്പോൾ എത്ര നമ്മൾ കോടിക്കണക്കിന് രൂപ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാലും അതിനേക്കാൾ മാരകമായ രോഗം വന്ന് എന്ത് ചെയ്യും? അത്യപൂർവമായ രക്തമാണ്, അതൊരു കുപ്പിക്ക് തന്നെ 1,00,000 രൂപ വരുമെന്ന് കൂട്ടുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ ചോർന്നു പോകാൻ കുറഞ്ഞ നിമിഷങ്ങൾ മതി. ശരി, ഇപ്പം അള്ളാഹു വിചാരിച്ചാൽ ഒന്നും അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അള്ളാഹുവിൻ്റെ ഉദ്ദേശമേ നടക്കുകയുള്ളൂ. അപ്പം നമ്മളെപ്പോഴും അള്ളാഹുവിലാണ് ബലമേൽപ്പിക്കേണ്ടത്. അല്ലാണ്ട് ഈ ദേവീദേവന്മാരിലോ ലാത്ത മനാത്തയിലോ അല്ലെങ്കിൽ പള്ളി മെമ്പർമാരിലോ പള്ളി സെക്രട്ടറിമാരിലോ അല്ലേ, ആ സെക്രട്ടറീൻ്റെ ഉള്ളം കൈയിനുള്ളിലാണ്, അദ്ദേഹത്തോടൊന്ന് പറഞ്ഞാൽ മതി ഇതിൻ്റെ കാര്യം നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്രട്ടറി എക്കാലം ജീവനോടെ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ ഉറപ്പുള്ളത്. പലശതം കോടികൾ നമ്മൾ സഞ്ചരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഈ നാഡീഞരമ്പുകൾ ഏതെങ്കിലും ഒന്ന് കട്ടായാൽ മതി നമ്മൾ കുഴഞ്ഞ് താഴെ വീഴാൻ. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ഈ നമ്മൾ പ്രതീക്ഷയിൽ അർപ്പിക്കുന്ന ഈ പള്ളി സെക്രട്ടറിമാരും മെമ്പർമാരും അവർക്കൊന്നും നിലനിൽപ്പില്ല. ഏത് സമയത്തും അവർ മരണപ്പെടാം. എന്നൊന്നും നിലനിൽക്കുന്ന, നമ്മൾ മരിച്ചാലും ലോകാവസാനം എത്തുമ്പോൾ മുഴുവൻ മനുഷ്യരും ഒക്കെ മരിച്ചു കഴിഞ്ഞാലും ജീവനോടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉയിരോടെ ഉണ്ടാവുന്ന അള്ളാഹുവിനെയാണ് നമ്മൾ ബലമേൽപ്പിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയുള്ള അള്ളാഹു നമ്മൾ ബലമേൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും യഥാർത്ഥ ദാസന്മാരിൽ ഉൾപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബ്രാഹിം നബിയെ പോലെ നമ്മുടെ മുഖം മുഴുവനും ഋജുമാനസനായിക്കൊണ്ട് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ആ ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.